ഞാനിപ്പോൾ മൂകാംബികയെ തൊഴുത് വന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എല്ലാ കൊല്ലവും വരുമ്പോൾ ഇവിടുന്ന് അച്ചാർ മേടിക്കാറുണ്ട് അഡിഗ സ്റ്റോഴ്സ്. അപ്പോൾ നമുക്ക് ഈ അച്ചാറിനെ കുറിച്ച് ഇവിടുത്തെ ഓണറോടൊന്ന് ചോദിക്കാം കേട്ടോ. ഇത് 5 കിലോ മിക്സഡ് മാങ്ക. ഇതിന് 5 കിലോന് 250. അതേ 1 കിലോ എടുത്താൽ 100 റുപ്പീസ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് കേടാവത്തില്ല. 1 ഇയർ നിൽക്കൂ. അങ്ങനെ വിലയിൽ ചീപ്പ് ഉണ്ട്. നമ്മൾ പറഞ്ഞ മാതിരി മുമ്പത്തെ കുറച്ച് ഉപ്പായത് കറക്റ്റ്. ഇപ്പോൾ നമ്മൾ കമ്പനി മാറ്റി. ഇത് ഹോം മെയ്ഡ്. ഇതിൽ ഹെൽത്ത് ആൻഡ് റെഗുലേഷൻ അന്നെങ്കിൽ ഒരു വർഷം വെച്ചാലും ഒന്നും ആവില്ല. കന്നഡ സ്റ്റൈലില് ആർട്ടിഫിഷ്യൽ ഒന്നും ഇല്ല. പിന്നെ വേറെ ഏതെല്ലാം തരത്തിലുള്ളതുണ്ട്? കണ്ണിമാങ്ങ ഉണ്ട്. പിന്നെ ഒരു അപ്പൈമരി ഒരു 3 ഇയേഴ്സ് 1 ടൈം ബർത്ത്. അത് അപ്പൈമരി ഒരു മാങ്ങത്തിന് പീസിന് ഒരു 3 റുപ്പീസ് ആവും. അത് ഉണ്ടാവും. കുറച്ച് വില ജാസ്തി. അത് 300 ഗ്രാമിന് 120 റുപ്യ. അത് നമ്മുടെ സ്റ്റോക്കുണ്ട്. നല്ല ടേസ്റ്റ്. അത് നമ്മളെ കേരളത്തിൽ ഇല്ല നല്ല ടേസ്റ്റ്. നമ്മളെ കേരളത്തിൽ കിട്ടത്തില്ല. അത് ഓൺലി കർണാടക സ്പെഷ്യൽ. എന്താന്നാലേ അത് 3 ഇയേഴ്സ് 1 ടൈം ബർത്ത്. അത് അപ്പേമടി അതിൻ്റെ പേര്. സാധാരണ മാംഗോ അല്ല. അത് ഞാൻ ബോട്ടിലുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ മിക്സഡ് പിക്കിള് മേടിച്ചിട്ടുണ്ട്. 5 കിലോൻ്റെ ഒരു ബോട്ടില്. ഇത് നാരങ്ങ, മാങ്ങ, മുളക്, ക്യാരറ്റ്, പിന്നെ ഈ കർണാടകയിൽ മാത്രം കിട്ടുന്ന ഒരു കായയും കൂടി ഉണ്ട് കേട്ടോ. അതിനെന്തോ ഒരു പേര് പറഞ്ഞു ആള്. അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ മേടിക്കാറുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് കേട് വരില്ല. ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഇത് കേടൊന്നും വരില്ല. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ അല്ലേ? അപ്പം അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്ന് കുറച്ച് ഉപ്പ് കൂടുതലുണ്ടായിരുന്നു. ഇപ്പം ഇത് പാകാന്നാ പറയണത്. ഇത് ഫുള്ള് കണ്ണിമാങ്ക. ചെറുതായിട്ട്. ഇതിന് കന്നഡത്തിലെ ജീരാമരി എന്ന് പറയും. ജീരാമരി എന്നാല് സ്മോൾ. ഇത് 1 കിലോന് 330 റുപ്പീസ്. ഓ ശരി ശരി. 330. അത് എന്ത് മാങ്ങിയത്? അത് സാധാ മാംഗോ ജീര. അത് കണ്ണിമാങ്ങ അല്ലേ? അത് കണ്ണിമാങ്ക. ഇത് ഓൺലി കർണാടക സ്പെഷ്യൽ അപ്പേ മീഡിയം. ഇതാണോ നേരത്തെ പറഞ്ഞത്? ഇതിന് എത്ര രൂപ? ഇതിന് 1/2 കിലോന് 250. അതെ. ഇത് റോ മെറ്റൽ ഒരു പീസിന് എടുക്കുമ്പോൾ 3 റുപ്യ ഉണ്ട് ഒരു പീസിന് റോ മെറ്റൽ. പിന്നെ അതിന് ഉപ്പ് കാരപ്പൊടി ആകുമ്പോൾ വില ജാസ്തിയാവും. ഇത് കർണാടക സ്പെഷ്യൽ ഓൺലി. ഇത് കേരളത്തിൽ കിട്ടത്തില്ല. ഞാൻ കുറേ ആളടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, നമ്മുടെ കേരളത്തിൽ ഇല്ലാന്ന് പറഞ്ഞു. സ്പെഷ്യൽ ഐറ്റംസ് എന്താണ്? രസം പൊടി, സാമ്പാർ പൊടി, പിന്നെ കഷായ പൊടി. രാവിലെ ചായ കാഫി കുടിക്കും ബദലായിട്ട് ഇരട്ടി മധുര, ജ്യേഷ്ഠ മധു, ഹിപ്പലി അതെല്ലാം ചേർത്തിട്ട് ഒരു പൗഡർ. അത് ഒരു സ്പൂൺ പാലിലാക്കിയിട്ട് കുടിച്ചാൽ ഈ ഷുഗറുള്ള ആൾക്ക് ബെസ്റ്റ്. പാലിലോ? ഓ ശരി. കാണിച്ചു തരാം. അതെ. അഡിഗ സ്റ്റോർസ് അല്ലേ? ഇവിടുത്തെ പൂജാരിയാ. പൂജാരി. അഡിഗ പൂജാരിയാണല്ലോ. അവരുടെ ഫാമിലിയാണല്ലേ? അതെ. ഇപ്പൊ എന്റെ മകൻ തന്നെ മെയിൻ പൂജാരി. അതെയാ? രാമചന്ദ്ര അഡിഗാനുടെ പേര്. 7 ആളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നൈറ്റ് പൂജയ്ക്ക് വന്നിട്ടുണ്ടാവും. നമസ്കാരം. ഇതേ രസം പൊടി ഇവിടുത്തെ അമ്പലത്തിൽ. ശരി ശരി ശരി. ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ രസം പൊടി അല്ലേ? രസം പൊടി അത് കർണാടക സ്പെഷ്യൽ. കർണാടക സ്റ്റൈലുള്ളതാണ് അല്ലേ? നമ്മളവിടെ കേരള സ്റ്റൈലല്ല. അല്ല. ഇത് കർണാടക സ്റ്റൈലില് ഇതില് ജീര ജാസ്തി ഉണ്ടാവും. അത് സാമ്പാറിലും ഉണ്ട്, രസത്തിലും ഉണ്ട്. ഇതിൽ ഇരട്ടി മധുര, ജ്യേഷ്ഠ മധു, ഹിപ്പലി,
ഇങ്ങനെ മരുന്നുകളൊക്കെ ഉണ്ടാവും. ഇത് ഷുഗർ കറക്റ്റ്, ഷുഗറിന് നല്ലത് പാലിൽ കലക്കി ഇരട്ടി മുതല ജ്യേഷ്ഠ മധു വെറുതെ വെള്ളത്തിൽ കലക്കി കുടിക്കാം. അങ്ങനെ കുടിക്കുക, ജീരകം വെള്ളം പാലത്തിൽ കുടിക്കുക. നമ്മൾ രാവിലെ എല്ലാ ആളുകൾ സാധാരണ ടീ കാഫി ബൂസ്റ്റ് കുടിക്കാൻ ആളുണ്ടോ, അതൊരു ബദലായിട്ട് ഇത് കുടിച്ചാലേ ജീർണശക്തിത്തിനോ പിന്നെ ഇതിന് ഒന്നും എഫക്റ്റ് ഇല്ല. ഇതിൽ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഷുഗറിന് ബെസ്റ്റ്. അതിന്റെ കഷായപ്പൊടി എന്ന് പറയും. കഷായപ്പൊടി അത് 50 രൂപ. ഇതിന് ലേബലില്ലാ കുഴപ്പമുണ്ടോ? ലേബൽ ഉള്ളിൽ തരാൻ വേണമെങ്കിൽ അത് വെക്കുമ്പോൾ അങ്ങനെ മുകളിലുണ്ട്, എടുത്ത് തരാം. ഇതിന് ബഗായിട്ട് പറയണോ? ഇതിന് ബഗായിട്ട് പറയണോ? ഇത് രസം പൊടി. ഇവിടെ കൊല്ലൂർ അമ്പലത്തിൽ ഉപയോഗിക്കുന്നത് ഇത് തന്നെ, രസം പൊടി. ഇതിൽ ഒന്നും സൈഡ് എഫക്റ്റ് ഇല്ല, പിന്നെ നല്ല ടേസ്റ്റ്. ആയുർവേദ മെഡിസിൻസ്. ഇത് കൃഷ്ണ വെജിറ്റബിൾസ് ആക്കിയാൽ സാമ്പാർ, ഇങ്ങനെ തക്കാളി ആക്കിയാൽ രസം, ഇങ്ങനെ രണ്ടാവും. രണ്ട് വെക്കണം. ഒരെണ്ണം കൂടി വേണം, ഞങ്ങൾ 2 വീട്ടിലാണ്. അപ്പോൾ അതിൽ ചേർന്ന് മതിയല്ലേ? അത്ര വലിയ വേണമെന്നില്ല. ഇത് ഇടാൻ ഇത് വേണം. പൊട്ടാത്തത് ഇത് ഭയങ്കര ചെറുത് മതിയാവും അല്ലേ? ഇത് ചെറുതാക്കിയ ശരിയോ? അപ്പോൾ ഈ സാമ്പാർ രസം വേണ്ടല്ലേ? കഴിഞ്ഞോ? പൂജയിലൊക്കെ മകനം. അത് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അതെ അതെ. അല്ല അവനല്ല, ഇവർ 2 പേരുണ്ട്. ഓ, ചേട്ടനാ കടന്നു. അതെ അതെ. ഓ ശരി ശരി. 1 കിലോ 100 grams chili powder. ಟೊಮೆಟೊ ಬಿಟ್ಟು ತೊಂದರೆ ಇಲ್ಲ. ಪಚ್ಚಕ್ಕೆ ಹಾಕ್ಬಿಟ್ರೆ ಫ್ರೂಟ್ಸ್ ಒಟ್ಟಿಗೆ ಫ್ರೂಟ್ಸ್. അപ്പൊ ബൈ ബൈ. ഇനി വരുമ്പോ കാണാം. വന്നോളൂ. പിന്നെ നമ്മൾ നമ്പർ ഉണ്ടെങ്കിൽ തരൂ. എന്തെങ്കിൽ അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടി വേണമെങ്കിൽ നമ്മൾ ചെയ്തിട്ട് എന്താ വേണമെങ്കിൽ റൂംസോ പൂജയോ എന്താ വേണമെങ്കിൽ നമ്മൾ ചെയ്യാം. താങ്ക് യു. എൻ്റെ മകൻ്റെ പേര് രാമചന്ദ്ര അടിക. ഓ ശരി ശരി ശരി. അപ്പോൾ നാളെ അവൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക്. ഇപ്പോൾ നേരത്തെ ഫോൺ വീട്ടിലുണ്ട്. നാളെ മകനടുത്ത് കൊടുത്തിട്ടേ നിങ്ങൾക്ക് കൊടുക്കാൻ പറയാം. പോയി ജേസുദാസ് ഇപ്പോൾ വരാറില്ലേ? എന്തെങ്കിലും വയസ്സായില്ല അവർക്ക്. അതെ അതെ. അവർ പ്രത്യേകമല്ല, അവർ വരും. ഇപ്പൊ പാടുന്നില്ല, അവർ പാടുന്നില്ല. വെറുതെ അമ്പലം വന്നിട്ട് ചണ്ടിക്കായിട്ട് പോവും. അതെ, എൻ്റെ വലിയച്ഛൻ്റെ മനയ്ക്ക് വരും. ഗോവിന്ദ അടിക ആ വീട്ടിലേക്ക് വരും. അതെ അതെ അതെ. എൻ്റെ മകൻ, മൂത്ത മകന്, ഇവൻ്റെ പേര് വിനായക് അടികാനിട്ട്. മറ്റവനുണ്ട്, അമ്പലത്തിൽ പൂജ ചെയ്യൂ, വിവേക് അടികാനിട്ട്. ഇപ്പൊ ഇവനെ ഞാനിപ്പോ ബിസിനസ് അനിയനുണ്ട്. അവന് എന്നെ പഠിച്ചിട്ട് വന്നതാ. ഇപ്പൊ പോകണം അമ്പലത്തിൽ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പോകണം. ഇവിടെ അമ്പലത്തിൽ സ്പെഷ്യൽ എന്നാലേ പഠിച്ചിട്ട് വന്നാലായില്ല. കല്യാണം ആയിട്ട് ഉള്ളിൽ ഗർഭകുടിയിൽ പോകണം, ഇല്ലെങ്കിൽ പോകാൻ ആവില്ല. ഇവിടുത്തെ സങ്കല്പം അങ്ങനെ. കല്യാണം ഇപ്പൊ കടയല്ലല്ലോ ഞാൻ നോക്കണം. അറിയാമല്ലേ, കുറെ ആൾക്കാർക്കൊക്കെ അറിയാലോ. ഒന്നുകൂടി നല്ല വിപുലമായിട്ട് പോട്ടെ. ഞാനൊരു 30 വയസ്സിന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 30 വർഷം സർവീസ്. അപ്പോൾ 30 വർഷത്തിൽ എല്ലാവരും സാധാരണ കേരളത്തിൽ വരുന്ന ആൾക്കാരനെ അപ്പോൾ ഗുഡ് നൈറ്റ്. സർ താങ്ക് യു. ഗുഡ് നൈറ്റ്. പിന്നെ നെക്സ്റ്റ്